ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ ഫി കിതാബിൽ വസായിലി ഫി ശറഈ ശമായിലി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖറഅ ഫീഹി മൗലിദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികതു ബി അഹ്ലി ദാലിക്കൽ മകാൻ. എന്താണ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയുന്നത്? ഒരാൾ തൻ്റെ പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ മഹല്ലത്തിലോ അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അഥവാ അവിടുത്തെ കീർത്തനങ്ങൾ ചൊല്ലിയാൽ അവിടുത്തെ മലായിക്കുള്ള ആ സ്ഥലത്ത് മുഴുവനാവും പൊതിയുകയും റഹ്മത്ത് കൊണ്ട് അവരെ ആമാക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, അവിടെയുള്ള എല്ലാ മലക്കുകളും പ്രകാശം കൊണ്ട് നിറയുന്നതാണ്. ജിബ്രീൽ പോലത്തെ, മീകായിൽ പോലത്തെ, ഇസ്രാഫിൽ പോലത്തെ, അസ്രായിൽ പോലത്തെ, സാഫൂന, ഹാഫൂന, ഈ മലക്കുകളൊക്കെയും അവിടെ ആ മജ്ലിസിൽ ഹാജരാകുകയും ഫഇന്നഹും യുസല്ലൂന അലാ മൻ കാന സബബൻ ലിഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് ഓതാൻ കാരണമായ ആ വീട്ടുകാർക്ക് അവരൊക്കെയും സ്വലാത്ത് ചൊല്ലുന്നവർ റഹ്മത്തിനെ തേടുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മാമിൻ മുസ്ലിമിൻ ഖറഅ ഫീ ബൈതിഹി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ റഫഅ അല്ലാഹു തആല അൽ ഖഹ്ത വൽ വബാഅ വൽ ഹർഖ വൽ ആഫാത വൽ ബലിയാത്ത്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയുന്നത് കേൾക്കണം. ഏതൊരു മുസ്ലിമിന്റെ വീട്ടിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയാൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യവും വബാവും തീപൊള്ളലും ആഫത്തുകളും മുസീബത്തുകളും ബലിയാത്തുകളും എല്ലാം നീങ്ങിപ്പോകും. ഹസദും സൂഉം കള്ളത്തനവും എല്ലാം ആ കുടുംബക്കാരുടെ ആ വീട്ടിൽ നിന്ന് പോയി പോകുമെന്ന്. ഫൈദാ മാത്ത, അവൻ മരിച്ചു കഴിഞ്ഞാൽ, മരിക്കുകയാണെങ്കിൽ ഹൗവന അല്ലാഹു തആല അലൈഹി ജവാബ മുൻകറിൻ വ നകീർ, അവൻ മരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളെ മദ് പറഞ്ഞ കാരണം കൊണ്ട് മുൻകർ നകീർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജവാബിനെ എളുപ്പമാക്കി കൊടുക്കുമെന്നൊക്കെ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, പിന്നെ ആരെയാണ് നാം പിൻപറ്റേണ്ടത്? ആരെ വാക്കാണ് നാം കേൾക്കേണ്ടത്? സുയൂത്തി ഇമാം ആരാണ്? ഒരു വലിയ മഹാനാണ്, ഒരുപാട് തഫ്സീറുകളൊക്കെ എഴുതിയ മഹാനാണ് സുയൂത്തി ഇമാം. ആ സുയൂത്തി ഇമാം പറഞ്ഞത് പോലും ധിക്കരിക്കാൻ നമുക്ക് മനസ്സ് വരുമോ? അവർ മഹാന്മാരല്ലേ, അവർ ധിക്കരിക്കാൻ പറ്റുമോ? എത്ര മനസ്സിലാക്കാൻ ചെറിയ വിഷയം മതി.